അക്കോർഡിംഗ് ടു AICPA, അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അവർ പറയുന്നത് അക്കൗണ്ടിങ് is the art of recording. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച് അല്ലേ, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു? ട്രാൻസാക്ഷൻസ് നമ്മൾ B+M റൂൾ അല്ലേ, B+M റൂൾ മറക്കരുത് കേട്ടോ. അപ്പോൾ B+M റൂൾ, അതായത് ബിസിനസ് റിലേറ്റഡ് ആണോ മോണിറ്ററി റിലേറ്റഡ് ആണോ ട്രാൻസാക്ഷൻസ് എന്ന് നോക്കുക, എന്നാൽ മാത്രമേ നമ്മൾ അത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സോ റെക്കോർഡിംഗ് പറഞ്ഞു. അടുത്തതാണ് എന്തെന്ന്? ക്ലാസിഫൈയിങ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും അല്ലേ, നമ്മൾ ജേർണൽ ബുക്ക് ഓഫ് ജേർണൽസിൽ റെക്കോർഡ് ചെയ്തത് നമ്മൾ നേച്ചർ അനുസരിച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണോ? അതിനെയാണ് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയാണ് സമ്മറൈസിങ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താ ചെയ്യാൻ പോണ്? അത് സമ്മറൈസ് ചെയ്യും. അപ്പോൾ സമ്മറൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോട്ടാക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ആക്കും. ആൻഡ് in a significant manner and in terms of money. അതെ, നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, ഇവിടെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻസിനെ തന്നെയാണ്. ഓക്കെ, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഇതിന് എന്ത് ക്യാരക്ടർ ഉണ്ടാവണം? ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. ഒന്നല്ലെങ്കിൽ മണി ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ മണി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ എന്താ അവർ പറയുന്നത്? ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യും വാട്ട് ഈസ് ദ റിസൾട്ട്, എന്നാൽ മാത്രമേ വളരെയധികം സാധാരണക്കാർ അല്ലെങ്കിൽ കോമൺ മാന് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ എൻ്റെ അടുത്ത് വളരെയധികം പിള്ളേർ ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെഫിനിഷൻ ആൻഡ് മീനിങ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൽ ഡെഫിനിഷനാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ മുതിർന്ന ഒരു ഓർഗനൈസേഷൻ പറഞ്ഞ ഒരു ഡെഫിനിഷൻ തന്നെ നിങ്ങൾ പറയണം, കോട്ട് ചെയ്ത് പറയണം. പക്ഷേ മീനിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലായത് അത് എഴുതാൻ പറ്റും. സോ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ അത് ഇൻവേർട്ടഡ് കോമാസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. വെറാസ് മീനിങ് ആണ് അല്ലെങ്കിൽ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ മനസ്സിലായത് അത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത ഈ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ആരാണ് ഉപയോഗിക്കുന്നത്? അതാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ യൂസേഴ്സ് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് രണ്ടാമത്തത് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. സോ നമ്മൾ ഇനി നോക്കാൻ പോണത് ഇന്റേണൽ യൂസേഴ്സ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓർഗനൈസേഷനായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സിൽ വരുന്നതെന്ന്. ആരൊക്കെയാണ് വരുന്നത്? ഓണേഴ്സ്, മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. യെസ്, ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഓൺ ദ ബിസിനസ് അല്ലേ, അവരാണ് ഈ ബിസിനസ് ഓൺ ചെയ്യുന്നത്. ഇനി വാട്ട് അബൌട്ട് മാനേജേഴ്സ്? മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ദേ മേക്ക് ഹ്യൂജ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഈ മാനേജേഴ്സ് ആണ് എടുക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് എംപ്ലോയീസ്? എംപ്ലോയീസ് ആർ ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ദ ബിസിനസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വൈ ദേ വാണ്ട് ദിസ് ഇൻഫർമേഷൻ എന്ന്. സോ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇന്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ യൂസേഴ്സ് ആണ് ഓണർ. അപ്പോൾ ഓണർ എന്ന് പറയുന്നത് ദേ ഓൺ ദ ബിസിനസ്. ആ പേര് പറയുന്ന പോലെ അല്ലേ, ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ബിസിനസ്. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ ബിസിനസ്സിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും വെദർ ഇവർക്ക് എപ്പോൾ കാശ് കിട്ടും അല്ലെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് അവർക്ക് എപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇനി അടുത്തതാണ് ആര്? മാനേജേഴ്സ്. ഈ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മാനേജ് ദ ബിസിനസ്.
അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ ഈ മാനേജേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഈ ഇൻഫർമേഷൻസ്, അതായത് എന്തിൻ്റെ ബേസിസിലാണ് ഈ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോക്കിയിട്ടാണ് അവർ ഈ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആർ പീപ്പിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആളുകളാണ് എന്തിൽ വരുന്നത്, എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് എന്തായിരുന്നു, ഗവൺമെൻറ് അതോറിറ്റീസ്. ആൻഡ് ദെൻ കംസ് ദ ബാങ്ക്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇവർ ഈ ഇൻഫർമേഷൻ കൊണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ എക്സ്റ്റേണൽ യൂസേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആരാണ്? Investors are the people who have already invested in the business. നമ്മുടെ ബിസിനസ്സിൽ അവർക്ക് ഓൾറെഡി താല്പര്യം ഉണ്ടായിരുന്നു, അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത് വേറൊരു ആൾക്കാരുണ്ട്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ആരാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്? അവർ ഇൻവെസ്റ്റേഴ്സിനെ പോലെ തന്നെ ആൾക്കാരാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ ഇൻവെസ്റ്റേഴ്സും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഇൻവെസ്റ്റേഴ്സും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് ഓൺ ദ ബിസിനസ്. അവർക്ക് നമ്മുടെ ബിസിനസ്സിലോട്ട് കാശ് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ദേ ഹാവ് നോട്ട് യെറ്റ് ഡിസൈഡഡ്. അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല ഈ കാശ് നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കണ്ടിട്ടാണ് ദേ ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ആ ബിസിനസ് ഓർ നോട്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡിസൈഡിങ് വെദർ ടു ഇൻവെസ്റ്റ് ഓർ നോട്ട്. അതാണ് അവർ തമ്മിലെ ഒരു ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ ആളാണ് എന്തെന്ന്, ഗവൺമെൻറ് അതോറിറ്റീസ്. ആരാണ് ഗവൺമെൻറ് അതോറിറ്റീസ്? അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസിന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അവർക്ക് എന്തിനാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിഞ്ഞിട്ടെന്ന്. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അവർക്ക് നമ്മുടെ പെർഫോമൻസ് അറിയാൻ പറ്റും, നമ്മുടെ ടേൺ ഓവർ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാം വെദർ ഇവർ ഇത്രയും എമൗണ്ട് തന്നെയാണോ ടാക്സ് ആയിട്ട് പേ ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ക്ലിയർ ആയോ? ഇന്റേണൽ യൂസേഴ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തെന്നായിരുന്നു ആ ടോപ്പിക്കിൻ്റെ പേര്? ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഗുണപരമായ സവിശേഷതകൾ. അപ്പോൾ ഇതിനെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് RRUC. എന്തെന്നായിരുന്നു? RRUC. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് R എന്ന് പറയുന്നത് റിലയബിലിറ്റി ആണ്. സെക്കൻഡ് R എന്ന് പറയുന്നത് റെലവൻസ് ആണ്. ആൻഡ് U ഫോർ അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് C ഫോർ കമ്പാരബിലിറ്റി. അപ്പം നമുക്കിനി ഓരോരോ ടോപ്പിക്കായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ്, അതായത് നമ്മുടെ ഫസ്റ്റ് R എന്ന് പറയുന്നതാണ് എന്തെന്ന്, റിലയബിലിറ്റി. അപ്പോൾ റിലയബിലിറ്റി എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഈ റിലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ റിലയബിലിറ്റി ഇവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഈ ക്ലാസിഫിക്കേഷൻ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റിലയബിൾ സോഴ്സ് ആണോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് യൂസേഴ്സ്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കുറച്ച് യൂസേഴ്സിനെ പറ്റി, ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്, അവർക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്പെഷ്യലി റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസ്യത, വെദർ വി ക്യാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദിസ് ടോപ്പിക് ഓർ നോട്ട് എന്നാണ്. സോ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് റെലവൻസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? റിലയബിലിറ്റി. സെക്കൻഡ് പോയിന്റ് ആണ് റിലവൻസ്, പ്രസക്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾക്ക് ഇൻഫർമേഷൻസ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അതാണ് ഈ പ്രസക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയാണ് നമ്മൾ തേർഡ് പോയിന്റിലോട്ട് പോകുന്നത്, അതായത് RRUCയിലെ U ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെന്നായിരുന്നു U ഫോർ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അതായത് ഏത് കോമൺ മാന് പോലും മനസ്സിലാകാൻ സാധിക്കണം നമ്മളുടെ ഇൻഫർമേഷൻ കൊണ്ട്. സോ അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് decision makers must interpret accounting
information in the same sense as it is prepared. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഇപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കുമല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്, ആ അക്കൗണ്ടൻ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അതേ സെയിം സെൻസിലാണോ ഈ വായിക്കുന്ന ആളിൽ എത്തണേന്നാണ് ഈ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഫോർത്ത് ആൻഡ് ഫൈനൽ ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായിരുന്നു? കമ്പയറബിലിറ്റി. അതെ, നമുക്ക് രണ്ട് അക്കൗണ്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ എന്താണ് ഈ കമ്പയറബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? To be comparable, accounting reports must belong to a common period and use common unit of measurement. ഈ രണ്ട് വേർഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് കോമൺ പീരീഡിലായിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ വേറെ കമ്പനിയുടെ ഇതേ വർഷത്തെ ബാലൻസ് ഷീറ്റ് ആയിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്കൊരു കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഈ രണ്ട് കമ്പനീസും നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റും ഒരേ ഫോമാറ്റ് ആയിരിക്കണം അവർ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ 5th സ്റ്റാൻഡേർഡിലെ റിപ്പോർട്ട് കാർഡും ഞാൻ വേറെ കുട്ടിയുടെ 5th സ്റ്റാൻഡേർഡിലെ റിപ്പോർട്ട് കാർഡുമായിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിന് പകരം പോയിട്ട് 6th സ്റ്റാൻഡേർഡിലെ റിപ്പോർട്ട് കാർഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കമ്പാരിസൺ ചെയ്താൽ തന്നെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റും. ബാലൻസ് ഷീറ്റ് നമ്മൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് രണ്ടുപേർക്കും ഉണ്ടാവണം. സോ വിത്ത് ദിസ് വി കം ടു ദി എൻഡ് ഓഫ് ദി 4 ടോപ്പിക്സ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് റോൾ ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പങ്ക് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് നമ്മളിലോട്ട് അല്ലെങ്കിൽ യൂസേഴ്സിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വഴിയാണ്. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സച്ച് ആസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതുവഴിയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ആ സ്ഥിതി, അതായത് അവരുടെ പെർഫോമൻസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നമ്മളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ്, ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അപ്പം നമുക്കിത് ഒരു പണ്ടത്തെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കാൻ അല്ലെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഈ റെക്കോർഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് പോയിന്റ് ആണ് കറണ്ട് ഇക്കണോമിക് റിയാലിറ്റി. നമ്മുടെ ബിസിനസ്സിൻ്റെ കറണ്ട് ഇക്കണോമിക്, അതായത് മോണിറ്ററി ആയിട്ടുള്ള പൊസിഷൻ എന്താണ്, അതായത് നല്ലോണം വർക്കിംഗ് കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ലോസിലോട്ടാണോ പോണേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സച്ച് ആസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതാണ് ഇക്കണോമിക് റിയാലിറ്റി എന്നതുകൊണ്ട് അവർ മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് സർവീസ് ടു യൂസേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, ഡിസ്കസ് ചെയ്താണ് ഹൂ ആർ ദി യൂസേഴ്സ് എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂസേഴ്സ് അവർക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്നും അവരൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഒരു സർവീസ് ആണ് ചെയ്യുന്നത്, ഈ യൂസേഴ്സിന് ഒരു സർവീസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുന്നത് പോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് റോൾ ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ റോൾ ഓഫ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ലാംഗ്വേജ് ഓഫ് ബിസിനസ്, സെക്കൻഡ് പോയിന്റ് ആയിരുന്നു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്, തേർഡ് വൺ കറണ്ട് ഇക്കണോമിക് റിയാലിറ്റി, ആൻഡ് ഫോർത്ത് വൺ service to users, and the last one information system.